Everyone, so welcome to UGC Net Academy. ഇതൊരു പുതിയ ചാനലാണ്. നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ചാനൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് UGC നെറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പേപ്പർ വൺ വിച്ച് ഇസ് യുവർ ആപ്റ്റിറ്റ്യൂഡ്. സോ നമ്മൾ ഇത് രണ്ടുമായിരിക്കും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു ടുഗദർ എനിക്ക് തോന്നുന്നു ഇറ്റ് വുഡ് ബി ടേക്കിംഗ് ഓൾമോസ്റ്റ് ഒരു 160 ഡേയ്സ് അല്ലെങ്കിൽ മേ ബി ഇതിൽ കൂടാം. സോ ഇത്രയും ഡേയ്സ് എടുക്കുമായിരിക്കും ഈ പോർഷൻസ് നമ്മുടെ മാനേജ്മെൻറ്റ് ആൻഡ് ദ പേപ്പർ വൺ കോഴ്സസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ മൈ നെയിം ഇസ് ശ്രീജയ ആൻഡ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് HR ആണ്. സോ എനിവേ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ടോപ്പിക്. സോ ഡേ 1 നമുക്കറിയാം യൂണിറ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് 1 എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റാണ്. സോ ആ യൂണിറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ യൂണിറ്റിൽ നമുക്കുള്ളത് ഏതൊക്കെയാണ്, നമുക്ക് യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ്, ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ്. ഇതൊക്കെയാണ് ഈ പറയുന്ന യൂണിറ്റിൽ നമുക്ക് വരുന്നതെന്ന് പറയുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ്. സോ ഇന്നത്തെ യൂണിറ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് എന്തൊക്കെയാണ്, ഇതെന്തുകൊണ്ടാണ്, വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, ആൻഡ് PYQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് ഇതിൽ, ആൻഡ് JRF ലെവൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കമ്മിങ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ഡേ 1. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു സ്റ്റോറി രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് മാനേജ്മെൻറ്റ് എന്നറിയാനായിട്ട്. സോ സപ്പോസ് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. യു ആർ ആൻ ഇവൻറ്റ് കോർഡിനേറ്റർ. പ്രിൻസിപ്പൾ നിങ്ങളെടുത്തിപ്പം പറയുകയാണ് നിങ്ങൾ ഇവൻറ്റ് കോർഡിനേറ്ററായിട്ട് നിങ്ങളാണ് ഇവൻറ്റ് കോർഡിനേറ്റർ എന്ന് പറയുകയാണ്. സോ നിങ്ങളെ ഒരു ഇവൻറ്റ് കോർഡിനേറ്റർ ആയിട്ടാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? വാട്ട് ഓൾ യു നീഡ്? ഓക്കെ, യു ഷുഡ് ആസ്ക് യുവർ സെൽഫ്, ക്യാൻ യു ഓർഗനൈസ് ദ ഈവൻറ്റ് വിത്തൗട്ട് പ്ലാനിങ്? ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈവൻറ്റ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ക്യാൻ യു ഇൻവൈറ്റ് ഗെറ്റ്സ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എ ലിസ്റ്റ്? ഒരു പ്രോപ്പർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഗെറ്റ്സിനെ എല്ലാം ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുമോ? നോ. ക്യാൻ യു കണ്ടക്ട് ദ ഈവൻറ്റ് വിത്തൗട്ട് അസൈനിങ് വർക്ക്? ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ ഇഫ് യു സ്റ്റുഡൻറ്റ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് പ്രിൻസിപ്പൾ ഈവൻറ്റ് കോർഡിനേറ്റർ എന്ന റോള് തരികയാണ്. യു വിൽ ബി ഹാവിങ് നിങ്ങളുടെ കൊളീഗ്സും കാര്യങ്ങളും ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതാണ്. യു വിൽ ബി ഹാവിങ് എ ടീം. നിങ്ങൾ മാത്രമായിരിക്കില്ല ഈവൻറ്റിൽ മൊത്തം കാര്യങ്ങളും നോക്കേണ്ടത്. യു ആർ കോർഡിനേറ്റിംഗ് ദ ഈവൻറ്റ്. സോ ദർ വിൽ ബി പേഴ്സൺ, നിങ്ങൾക്ക് അവിടെ ദർ ഷുഡ് ബി പേഴ്സൺസ് ഹു നീഡ് ടു സപ്പോർട്ട് യു, അല്ലേ? സോ ഒരു ഈവൻറ്റ് കണ്ടക്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾ കൊളീഗ്സ് ആം ഫ്രണ്ട്സ് യു വിൽ ബി നിങ്ങളുടെ ആ ടീമാകാം. സോ നിങ്ങളെ ഓരോരുത്തർക്കും ഇന്ന ഡ്യൂട്ടീസ് നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കും, അല്ലേ? ആ അങ്ങനെ ഒരു അസൈൻ ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്യാതെ വുഡ് യു ബി ഏബിൾ ടു കണ്ടക്ട് ദ ഇവൻറ്റ്? നിങ്ങൾക്ക് ആ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ക്യാൻ യു കംപ്ലീറ്റ് എവറിത്തിങ് വിത്തൗട്ട് ചെക്കിങ് വെദർ ദ വർക്ക് ഇസ് ഡൺ? സോ അത് മാത്രമല്ല, നിങ്ങൾ ഈ അസൈൻ ചെയ്യുന്നു, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഓക്കെ, അറ്റ് ദ സെയിം ടൈം യു നീഡ് ടു ചെക്ക്. നമ്മൾ ചെക്ക് ചെയ്യണം വെദർ നമ്മൾ അസൈൻ ചെയ്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ടാസ്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, വെദർ എവറിത്തിങ് യു ആർ ദ കോർഡിനേറ്റർ, യു നീഡ് ടു ചെക്ക് എവറിത്തിങ്. അത് വർക്ക് ഡൺ ആയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, റൈറ്റ്? സോ വാട്ട് യു ഡു? സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദ ഫസ്റ്റ് ഡ്യൂട്ടി ഈസ് ടു ഡിസൈഡ്. നിങ്ങൾ ഡിസൈഡ് ചെയ്യണം വാട്ട് ഷുഡ് ബി ഡൺ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഡിസൈഡ് വിച്ച് ഇസ് യു നീഡ് ടു പ്ലാൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യുക, റൈറ്റ്? ആൻഡ് അസൈൻ, എന്നിട്ട് നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. ഇന്നതൊക്കെയാണ് ചെയ്യുന്നത്, ഹൂ വിൽ ഡു ഇറ്റ്, ആര് എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഗൈഡ് ആൻഡ് സപ്പോർട്ട് ദം. At the same time you need to guide everyone and support them, right? And next one is check. You need to check whether everything is done correctly. നിങ്ങൾ പ്ലാൻ ചെയ്ത് ഡിസൈഡ് ചെയ്ത കാര്യങ്ങൾ അതേപോലെ നടന്നിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി.
സോ ദിസ് കംപ്ലീറ്റ് പ്രോസസ് ഇസ് കോൾഡ്, ഈ പറയുന്ന കംപ്ലീറ്റ് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് യു നീഡ് ടു ഡിസൈഡ്, യു നീഡ് ടു അസൈൻ, യു നീഡ് ടു ഗൈഡ് ആൻഡ് ഓൾസോ യു നീഡ് ടു ചെക്ക്. ഓക്കെ, ആൻഡ് മാനേജ്മെന്റ് ഇസ് നോട്ട് ഓൺലി ഫോർ കമ്പനീസ്. കമ്പനീസിന് മാത്രമാണോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഉള്ളത്? നോ. It is used in schools, hospitals, NGOs, governments, families, sports teams, and even while organizing a birthday party. നമ്മുടെ ലൈഫിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും ആൻഡ് എവ്രിവെയർ മാനേജ്മെന്റ് ഇസ് ദർ, റൈറ്റ്? ഓക്കെ, സോ വാട്ട് ഇസ് മാനേജ്മെന്റ്? Management is the process of working with and through people to achieve organization goals in an efficient and effective manner, right? So namukariam, it is mainly, it focuses on people, right? It is people oriented. So management is management is the process of working with and through people to achieve organization goals, right? Yeah. So what is the key features of management? The key features of management is, firstly, it is saying that it is people oriented. Management എന്ന് പറയുന്നത് എന്താണ്? It is people oriented ആണ്, right? It works with and through people. Without, it is mainly focusing on people. Okay, and it is goal oriented. Management people oriented ആണ്, അത് goal oriented ആണ്. So കാരണം when you are planning something, when you are managing something, you have നിങ്ങൾക്കൊരു ക്ലിയർ ഗോൾ ഉണ്ട്. ഒരു ഗോളിലോട്ട് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. സോ നമുക്കറിയാം എന്താണ് നമ്മുടെ മാനേജ്മെന്റ്, നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇറ്റ്സ് ഇസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. സോ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ഫങ്ഷനുകൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് യു ഹാവ് എ കംപ്ലീറ്റ് എയിം ഫോർ ദാറ്റ്. ഒരു ഗോൾ നിങ്ങൾക്കുണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടാണ്, റൈറ്റ്? സോ ഇറ്റ് ഇസ് ഗോൾ ഓറിയന്റഡ്, ഇറ്റ് ഇസ് പ്രോസസ് ഡ്രിവൻ. പ്രോസസ് ഡ്രിവൻ വിച്ച് ഇസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, റൈറ്റ്? മാനേജ്മെന്റ് ഇസ് കണ്ടിന്യൂസ് പ്രോസസ്. It is universal applicability. Management എന്ന് പറയുന്നത് it is needed in all kinds of organization at all levels, അല്ലേ? ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ, എല്ലാ കൈൻഡ്സ് ഓഫ് ഓർഗനൈസേഷൻസും എല്ലാ ലെവൽസിലും മാനേജ്മെന്റ് വേണം. നമുക്കറിയാം ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ഇവൻ ദോ ഇഫ് ഇറ്റ് ഇസ് ലോവർ ലെവൽ, എവ്രിവെയർ മാനേജ്മെന്റ് ഇസ് നീഡഡ്. And the other feature is efficiency and effectiveness, right? It means it is aims at doing the right work in the right way, doing the right work in the right way, which is efficiency and effectiveness. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പീപ്പിൾ ഓറിയന്റഡ് ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ആണ്, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്, റൈറ്റ്? ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ്. മാനേജ്മെന്റ് നമ്മൾ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. എൻഷുവേഴ്സ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. എന്താണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്? വിച്ച് മീൻസ് യൂസിങ് അവൈലബിൾ റിസോഴ്സസ്. നമ്മുടെ കയ്യിൽ നമുക്കുള്ള അവൈലബിൾ റിസോഴ്സസ് വിച്ച് വി ആർ യൂസിങ് ഇൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് വേ. ദിസ് ഇസ് what is optimum utilization of resources. We are doing this to achieve maximum the main aim is to achieve maximum output with minimum waste and cost, right? നമ്മൾ നമ്മുടെ മാക്സിമം അല്ലെങ്കിൽ നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ എന്താണ് മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരിക, വിച്ച് ഇസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, റൈറ്റ്? പിന്നെ ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഇറ്റ് ഇസ് നോട്ട് ഫിക്സഡ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇതെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ഡൈനാമിക്, അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഓഫ് ദ എൻവയൺമെന്റ്, റൈറ്റ്? ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. ഫെസിലിറ്റേറ്റ്സ് growth and development, right? Facilitates growth and development. Brings coordination and integration. Management എന്താണ്? coordination, integrations എല്ലാം കൊണ്ടുവരുന്നു, right? ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് ഡെവലപ്മെന്റ്. സോ ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഓർഗനൈസേഷൻ ഗോൾസ്, എൻഷുവേഴ്സ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ക്രിയേറ്റ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ, ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ബ്രിങ്സ് കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, മാനേജ്മെന്റ് റിയൽ ലൈഫിൽ നമുക്ക് ചിന്തിക്കാം. മാനേജ്മെന്റ് നമ്മൾ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, കമ്പനീസ്, സ്പോർട്സ് ടീം, ഫാമിലി, എവ്രിവെയർ നമ്മളെല്ലാത്തിലും എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നെസസറി ആണ്, റൈറ്റ്? So okay, going to the next. Why do we study management? Okay, management helps in നമ്മുടെ എന്താണ് മാനേജ്മെന്റ് നമ്മൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവ് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ്
നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ എന്താണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്, നമ്മുടെ റിസോഴ്സ് നമ്മൾ വിച്ച് ഇസ് യൂസ് ഇൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. പിന്നെ എന്താണ് ബെറ്റർ ലീഡർഷിപ്പ്, ഡെവലപ്സ് ലീഡർഷിപ്പ് ക്വാളിറ്റി ആൻഡ് ടീം സ്പിരിറ്റ് അല്ലേ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ഈവൻറ്റ് കോർഡിനേറ്റ് ചെയ്യാണ്, ദർ വിൽ ബി യു വിൽ ബി ലീഡിങ്, യു വിൽ ബി ഹാവിങ് കോർഡിനേഷൻ എന്താ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവും, റൈറ്റ്. ആൻഡ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, റൈറ്റ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഒരു പ്രോപ്പർ മാനേജിലൂടെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ. അഡാപ്ഷൻ ടു ചേഞ്ച്, because it helps organizations adapt to changing environment according to the changes in the environment. It helps to change management, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്താണ് according to the environment നമുക്ക് എന്താണ് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. So management helps in achieving goals, efficient use of resources, better leadership, improved performance, adaptation to change. Okay, adaptation to change. Okay, മാനേജ്മെൻറ്റ് ഇസ് എസെൻഷ്യൽ ബിക്കോസ് മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത്? ബിക്കോസ് പീപ്പിൾ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ഇൻ എനി ഓർഗനൈസേഷൻ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻസിലും ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് പീപ്പിൾ തന്നെയാണ്. വിത്തൗട്ട് ദം വി കാൻ ഡു എനിത്തിങ്, റൈറ്റ്. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ സർവൈവ് ഇൻ എ കോമ്പറ്റേറ്റീവ് വേൾഡ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് ഇതിലൂടെ നമുക്ക് എന്താണ് സർവൈവ് ചെയ്ത് കഴിയും. ദിസ് ഈസ് ഹാപ്പനിങ് ഓൾ ബിക്കോസ് ഓഫ് എ പ്രോപ്പർ മാനേജ്മെൻറ്റ്, റൈറ്റ്. ഇറ്റ് ബാലൻസസ് ഇൻഡിവിജ്വൽ ഗോൾസ് വിത്ത് ഓർഗനൈസേഷൻ ഗോൾസ്. ഇൻഡിവിജ്വൽ ഗോൾസും ഓർഗനൈസേഷൻ ഗോൾസുമായിട്ട് ഇതെന്താണ് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡെവലപ്സ് സ്കിൽസ്, നോളേജ് ആൻഡ് കേപ്പബിലിറ്റീസ് ഇൻ പീപ്പിൾ, റൈറ്റ്. നമ്മുടെ ഹ്യൂമൻസ്, നമ്മുടെ പീപ്പിൾസിൻ്റെ എന്താണ് സ്കിൽസും നോളേജും അവരുടെ കേപ്പബിലിറ്റീസും ഇതെല്ലാം ഇതുകൊണ്ട് എന്താണ് ഡെവലപ്പ് ആവുകയാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ സ്റ്റേബിൾ ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് എന്താണ് മാനേജ്മെൻറ്റിലൂടെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, റൈറ്റ്. ഓക്കെ. ആൻഡ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. നമുക്ക് ടോട്ടൽ എന്താണ് 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ടോപ്പ് ലെവൽ, രണ്ടെന്ന് പറയുന്നത് മിഡിൽ ലെവൽ, വിച്ച് ഇസ് ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ? ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഓൾസോ കോൾഡ് വാട്ട് ഇസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ടാക്ടിക്കൽ മാനേജ്മെൻറ്റ്. ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഇസ് ഓൾസോ കോൾഡ് ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. ഇത് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് നമ്മൾ ഇനി മുമ്പോട്ട് പഠിക്കും. സോ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ് വരുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്സ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, CEO, മാനേജിങ് ഡയറക്ടർ. ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ദേ വുഡ് ബി സെറ്റിംഗ് ദ ഗോൾസ് ആൻഡ് പോളിസി. നമ്മുടെ ഗോൾസും പോളിസീസും മെയിൻ ഫോക്കസ് ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഗോൾസും പോളിസീസും എല്ലാം സെറ്റ് ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് കൊണ്ടുവന്ന കാര്യങ്ങളും ഐഡിയാസും ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത് അവരായിരിക്കും മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്, റൈറ്റ്. മിഡിൽ ലെവൽസ് ഓൾസോ കോൾ ടാക്ടിക്കൽ മാനേജ്മെൻറ്റ്സ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, മാനേജേഴ്സും എക്സെട്ര. ഓക്കെ. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നതാണ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ്. ഇതിൽ വരുന്നതാണ് എന്തൊക്കെ? ഇൻക്ലൂഡ് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ടീം ലീഡേഴ്സ്. ഇവരുടെ ലൈക്ക് ദേ പെർഫോം ഡേ ടു ഡേ ടാസ്ക് പെർഫോം ചെയ്യുന്നതാണ് ഇവർ. ഓക്കെ. ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ. മാനേജ്മെൻറ്റ് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ദേ ഫോക്കസ് ഓൺ ഡൂയിങ് തിങ്സ് റൈറ്റ്. കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ടാണ് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോക്കസ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡൂയിങ് തിങ്സ് റൈറ്റ്, ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പ്ലീസ് ഇത് നോട്ട് ചെയ്യാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൂയിങ് തിങ്സ് റൈറ്റ്, കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നതെന്ന് നോക്കുന്നു, കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ.
നേച്ചർ, ഇറ്റ് ഈസ് എ ഡൈനാമിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സ്. അറിയാം, മാനേജ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സുമാണ്, ഇറ്റ് ഈസ് ഡൈനാമിക്കുമാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ്റെ മെയിൻ റോൾ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഇറ്റ് ഈസ് മെയിൻലി ഓൺ ദ ടോപ്പ് അതോറിറ്റീസ്, റൈറ്റ്? അവർ ടോപ്പ് അതോറിറ്റി ദേ ഫോക്കസ് ഓൺ റൈറ്റ് തിങ്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ മെയിൻ റോളാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കോപ്പ്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബ്രോഡർ ആൻഡ് ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ബ്രോഡർ ആൻഡ് ഓൾ ഇൻക്ലൂസീവ്, ബ്രോഡർ എന്ന് മാനേജ്മെന്റ് ബ്രോഡർ എന്ന് പറയാൻ കാരണം എന്താണ്? ബ്രോഡർ എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ലൈക്ക് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഇതൊരു ലൈക്ക് ഹ്യൂജ് ഇതാണ്. ലൈക്ക് നമ്മൾ ഇതിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്, എവറിത്തിങ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ബ്രോഡർ എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ബ്രോഡർ ആൻഡ് ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്, ഇവർ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും എല്ലാത്തിലും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ് ഇസ് കോൾഡ്, ഇറ്റ് ഇസ് കോൾഡ് ആസ് ഓൾ ഇൻക്ലൂസീവ്. അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നാരോവർ ആൻഡ് ടോപ്പ് ലെവൽ ഓറിയന്റഡ്. നാരോവർ ആണ്, എന്താണ് ടോപ്പ് ലെവൽ ഓറിയന്റഡ് ബിക്കോസ് ഇറ്റ് ഫോക്കസ് ഓൺലി ഓൺ ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, റൈറ്റ്? And operations level, operations operates that next one is it operates at all levels in the organization. That is why it is called all inclusive, right? All levels in the organization, top level, middle level, lower level, എല്ലാം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്താണ്? ഇറ്റ് ഇസ് മെയിൻലി ഓപ്പറേഷൻ എന്താണ്? ടോപ്പ് ലെവലിൽ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി മാനേജ്മെന്റ് ഫംഗ്ഷൻ ഇൻവോൾവ്സ് എന്തൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ് എല്ലാം ഉണ്ട്. സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആണ്, എല്ലാം ഉണ്ട് മാനേജ്മെന്റിൽ, റൈറ്റ്? ഇനി അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് എന്തൊക്കെയാണ്? പോളിസി മേക്കിംഗ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, പോളിസി മേക്കിംഗ്, ഇതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അത് ടോപ്പ് ലെവൽസ്, റൈറ്റ്? ഓക്കെ, സോ ഇതാണ് മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നോട്ട് ഇറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. ഇറ്റ് ഇസ് ദെയർ ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എവ്രിവെയർ, റൈറ്റ്? അതുകൊണ്ടാണ് ഇത് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് ആണ്, റൈറ്റ്? എവറി ആക്ടിവിറ്റി ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ഗോൾസ്. സോ ഇവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇറ്റ് ഇസ് മെയിൻലി ദേ ആർ ഫോർ ഡൂയിങ് ഫോർ വാട്ട്? They have a goal. ആ ഗോളിലോട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ടാണ്, റൈറ്റ്? സോ ഇറ്റ് ഇസ് ഗോൾ ഓറിയൻറ്റഡ്. ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഇസ് നെവർ എൻഡിങ്, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ പീപ്പിൾ, റൈറ്റ്? ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ടീം ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് ഇത് മൾട്ടി ഡിസിപ്ലിനറി ആണ്. യൂസസ് നോളേജ് ഫ്രം വാരിയസ് ഡിസിപ്ലിൻസ്. ഇതെന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി, ഇത് സയൻസ് ആണ്, ആർട്ടാണ്, നമ്മളെല്ലാം പറയുന്നുണ്ട്, റൈറ്റ്? സോ ഇറ്റ് ഇസ് മൾട്ടി ഡിസിപ്ലിനറി. മാനേജ്മെൻറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി, നമുക്ക് എന്താണ് ഇത് ടച്ച് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി ഫീൽ ഇറ്റ്, റൈറ്റ്? ഫീൽ ത്രൂ ദ റിസൾട്ട്സ്. സോ ഇറ്റ് കനോട്ട് ബി ടച്ച്ഡ്. സോ ദാറ്റ് ഇസ് ആൻഡ് ദ മാനേജ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ പറയുന്നുണ്ട് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, റൈറ്റ്? സോ നമ്മൾ അതിലോട്ട് വരികയാണ്. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു ഇറ്റ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് സോ വാട്ട് എവർ യു ആർ ഡൂയിങ്, നിങ്ങൾക്ക് എന്തൊരു പൊസിഷൻ തരാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും തരുകയാണെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് ഡിസൈഡ് ഇൻ അഡ്വാൻസ് ഇതെങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം, അസൈൻ ചെയ്യണം, ആർക്കൊക്കെ അസൈൻ ചെയ്യണം, സോ ആര് ചെയ്യും, എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കണം. ഇതെല്ലാം തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ്, റൈറ്റ്? അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് വർക്ക് ആൻഡ് റിസോഴ്സ്. അറേഞ്ച് ചെയ്യുക, സ്ട്രക്ചർ ചെയ്യുക, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്, റൈറ്റ്? നെക്സ്റ്റ് പ്രോസസ് എന്താണ്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ എച്ച്.ആറിൻ്റെ ഡ്യൂട്ടീസ് ഇപ്പോൾ ലൈക്ക് എന്താണ്, നമുക്കിപ്പം ഒരാൾ കുറവ് വരികയാണ്. നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്,
റൈറ്റ്, HR ആയിട്ട് വർക്ക് ചെയ്യാണ്. നമുക്കിപ്പം ഒരാളുടെ കുറവ് വരുന്നുണ്ട്, ഇപ്പം നമുക്കൊരു ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഒരാളെ കുറവ് വരികയാണെങ്കിൽ നമ്മൾ എന്തോ വി നീഡ് ടു ഹയർ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വേറൊരാളെ നമ്മൾ ഹയർ ചെയ്യണം. സോ വി നീഡ് ടു സ്റ്റാഫ്, നമുക്ക് അതിലാണ് സ്റ്റാഫിങ്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാഫിങ്. സോ റിക്രൂട്ട്മെൻറ്റ്, സെലക്ടിങ്, ട്രെയിനിങ്, ഡെവലപ്പിംഗ് ദ റൈറ്റ് പീപ്പിൾ, റൈറ്റ്, ഇതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓൾസോ യു നീഡ് ടു റൈറ്റ് പീപ്പിളെ നമ്മൾ ചൂസ് ചെയ്യണം, റൈറ്റ്. എന്താണ് നമ്മുടെ ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് റൈറ്റ് ആയിട്ടുള്ള പീപ്പിളെ ചൂസ് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷനും, ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്, ഡെവലപ്പിംഗ്, എവറിത്തിങ്. ഡയറക്റ്റിംഗ്, നെക്സ്റ്റ് വൺ ഇസ് ഡയറക്റ്റിംഗ്, ലീഡിങ്, ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ടു പെർഫോം. അത് മാത്രമല്ല നമ്മളവിടെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം അവരെ ലീഡ് ചെയ്യുക, അവരെ ഡയറക്റ്റ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാം എന്താണ്, അതും ഒരു ഡ്യൂട്ടിയാണ്. അതാണ് ഡയറക്റ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കൺട്രോളിങ്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് മോണിറ്ററിങ് ദ പെർഫോമൻസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റിംഗ് ആക്ഷൻ. കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന നിങ്ങൾ പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്തു, സ്റ്റാഫ് ചെയ്തു, ഡയറക്റ്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം നടക്കുന്നു, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യണം. അതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇഫ് ഇറ്റ് ഇസ് നോട്ട്, എന്താണ് പ്രോബ്ലം എന്ന്, ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല നടക്കുന്നത്. സോ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. അതിന് വേണ്ടിയിട്ട് ആ ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ കൺട്രോൾ ചെയ്യുകയല്ല. കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണ്, മോണിറ്ററിംഗ് പെർഫോമൻസ് ആസ് തിങ്സ് ഹാപ്പൻ അക്കോർഡിംഗ് ടു എ പ്ലാൻ എന്ന് ചെക്ക് ചെയ്യാണ് എന്തെന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് റോൾസ് ഓഫ് മാനേജറിൻ്റെ റൂൾസ് എന്താണ്. അതിൽ മിൻസ്ബർഗ്സിൻ്റെ റൂൾസ് ആണ് പറയുന്നത്. സോ റോൾസ് ഓഫ് മാനേജറിൽ ടോട്ടൽ 3 റോൾസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റോൾസ്, രണ്ടെന്ന് പറയുന്നത് ഇൻഫർമേഷണൽ റോൾസ്, മൂന്നെന്ന് പറയുന്നത് എന്താണ്, ഡിസിഷണൽ റോൾസ്. ഓക്കെ, സോ നമുക്കിത് എന്താണ് എന്ന് ഫോക്കസ് ചെയ്യാം, റൈറ്റ്, എന്താണെന്ന് നോക്കാം. സോ ഇൻ്റർപേഴ്സണൽ റോൾസ് എന്താണ്? ഇൻ്റർപേഴ്സണൽ റോൾസ് ഇറ്റ് ഇസ് മെയിൻലി ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പും പീപ്പിളിനെയൊക്കെയാണ് ഇൻ്റർപേഴ്സണൽ റോൾ ഫോക്കസ് ചെയ്യുന്നത്, റൈറ്റ്. ഇൻ്റർപേഴ്സണൽ റൂൾസിൽ ദർ ആർ 3 ഇൻ്റർപേഴ്സണൽ റൂൾസ് ഉണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഫിഗർ ഹെഡ് റോൾ, 2 ലീഡർ, 3 ലേസൺ. ഓക്കെ, സോ ഇൻ്റർപേഴ്സണൽ റൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, സോ ദീസ് റോൾസ് ഇൻവോൾവ്സ് ഡീലിംഗ് വിത്ത് പീപ്പിൾ. ഇത് ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് ആൻഡ് പീപ്പിൾ ആൻഡ് ഇൻ്റർപേഴ്സണൽ റൂൾസ്. സോ ദേ ആർ മോസ്റ്റ്ലി ഡീലിംഗ് വിത്ത് പീപ്പിളുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്, റൈറ്റ്. സോ സിമ്പിൾ മീനിങ്ങിൽ നമുക്ക് എന്താണ് ഇൻട്രാക്ഷൻ വിത്ത് പീപ്പിൾ എന്നൊക്കെ പറയാം, എന്താ ഇൻ്റർപേഴ്സണൽ റോൾ. ഓക്കെ, അതിൽ ആദ്യം വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫിഗർ ഹെഡ് റോൾ എന്ന് പറയുന്നത്, റൈറ്റ്. ഫിഗർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിലും ദ മാനേജർ എന്താണ് പെർഫോം സെറമോണിയൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡ്യൂട്ടീസ്, ഒഫീഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ഫിഗർ ഹെഡ് റോൾ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന എക്സാമ്പിൾ, അതിൽ നമുക്ക് ഈ ഫിഗർ ഹെഡിൽ എക്സാമ്പിളായിട്ട് എന്തൊക്കെ പറയാം. ഇപ്പോൾ നമ്മുടെ മാനേജർ ഇനാഗ്രേറ്റിംഗ് എ ന്യൂ ഓഫീസ് ഇനാഗ്രേറ്റ് ചെയ്യുക, ഒരു കമ്പനി ഈവൻറ്റ്സിൽ എന്താണ് അറ്റൻഡ് ചെയ്യുക, ഗിവിങ് അവാർഡ്സ് ടു എംപ്ലോയീസിന് അവാർഡ്. സോ ഇങ്ങനത്തെ ഒരു സെറിമോണിയൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡ്യൂട്ടീസിന് മാത്രം പെർഫോം ചെയ്തതാണ് ഫിഗർ ഹെഡ് റോൾ എന്ന് പറയുന്നത്, റൈറ്റ്. രണ്ടെന്ന് പറയുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത്, സോ ഓക്കെ ഫിഗർ ഹെഡ് ഇറ്റ് റെപ്രസെൻറ്റ് ദ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെറിമോണിയൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡ്യൂട്ടീസിൽ മാത്രം അവർ പങ്കെടുക്കും. അതാണ് ഫിഗർ ഹെഡ് റോൾ എന്ന് പറയുന്നത്. രണ്ട് നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് ലീഡർ. ഏതിലാണ് ഇൻ്റർപേഴ്സണൽ റോൾസിലെ ലീഡറാണ് പറയുന്നത്. ലീഡർ എന്ന് പറയുമ്പോൾ ഇതൊരു ഹിയർ ദ മാനേജർ ഗൈഡ്സ് മോട്ടിവേറ്റ്സ് ആൻഡ് സൂപ്പർവൈസസ് എംപ്ലോയീസിനെ ഒരു ലീഡറിൻ്റെ ഡ്യൂട്ടി എന്താണ്, ദേ വിൽ ബി ഗൈഡിങ് മോട്ടിവേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് എംപ്ലോയീസ്. അവർ അസൈൻ വർക്ക് ചെയ്ത് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കും, മോട്ടിവേറ്റിംഗ് സ്റ്റാഫ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ ട്രെയിനിങ് എംപ്ലോയീസ് ചെയ്യുക, ഇതെല്ലാം ലീഡ്സ് മെയിൻലി ദേ ആർ ലീഡിങ് ദം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ലീഡിങ്, ഡയറക്റ്റിംഗ് ദം. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇസ് ഇൻ ലീഡർ ഇറ്റ് ഇസ് സെയിം. സോ നമ്മൾ ആദ്യം പറഞ്ഞു ഫിഗർ ഹെഡ് റോൾ എന്ന് പറയുന്നത്, പിന്നെ രണ്ടാമത് ലീഡർ പറഞ്ഞു, മൂന്നാമത് എന്താണ് നമുക്ക് വരുന്നത് ലേസൺ.
ലേസൺ എന്ന് പറയുന്നത് ദ മാനേജർ മെയിൻറ്റെയിൻസ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ലേസണിൽ ദ മാനേജർ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ, വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ഒരു റിലേഷൻഷിപ്പ് പീപ്പിൾസുമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് ലേസൺ എന്ന് പറയുന്നത്. മീറ്റിംഗ്, സപ്ലൈസിനെ മീറ്റ് ചെയ്യും, അത് എന്താണ് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കും, നെറ്റ്വർക്കിംഗ് വിത്ത് അതർ കമ്പനീസുമായിട്ട് ബിൽഡ് ദ മെയിൻ റോൾ ഇസ് ലേസൺ എന്ന് പറയുന്നത് ദേ ആർ ബിൽഡിംഗ് കണക്ഷൻസ് വിത്ത് എവ്രി വൺ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിനെ അവരെ ഡയറക്റ്റ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഇനി എന്താണ് നമ്മുടെ ഫിഗർ ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു സെറിമോണി അല്ലെങ്കിൽ ഒഫീഷ്യൽ പേർപ്പസിന് മാത്രമേ പുള്ളി എത്തത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, ഇൻഫർമേഷൻ റൂൾസ് ആണ് രണ്ടാമത്തെന്ന് പറയുന്നത്. സോ ഇൻഫർമേഷൻ റൂൾസ് എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണ്, ഫോക്കസ് ഓൺ റിസീവിങ് ആൻഡ് ഷെയറിങ് ഇൻഫർമേഷൻ. ഇവരുടെ റോൾ എന്ന് പറയുന്നത് ഇൻവോൾവ്സ് മെയിൻലി കളക്ടിങ്, ഷെയറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ. ദേ ഫോക്കസ് ഓൺ റിസീവിങ് ആൻഡ് ഷെയറിങ് ഇൻഫർമേഷൻ. മെയിൻലി നമുക്ക് ഇത് ഓർത്ത് വയ്ക്കുക, ഹാൻഡ്ലിങ് ഇൻഫർമേഷൻ എന്ന കാര്യങ്ങൾ ഹാൻഡ്ലിങ് ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഓർത്ത് വയ്ക്കുക. എന്താണ് ഇൻഫർമേഷൻ റൂൾസ്? അതിലൊന്നാണ് മോണിറ്റർ എന്ന് പറയുന്നത്, അല്ലേ? ആദ്യം എന്താ വരുന്നത്, മോണിറ്റർ. ഇത് മോണിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ ദ മാനേജർ കളക്ട്സ് ഇൻഫർമേഷൻ. മാനേജർ എന്താണ്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ലൈക്ക് എക്സാമ്പിൾ എന്തൊക്കെ, നമുക്ക് ഒരു റീഡിങ് മാർക്കറ്റ് റിപ്പോർട്ട്സ്, ചെക്കിംഗ് സെയിൽസ് ഫിഗേഴ്സ്, മോണിറ്ററിങ് കോമ്പറ്റീറ്റേഴ്സ്, ഇതൊക്കെ എന്താണ് ഇവർ കളക്ട് ചെയ്ത്, അതായത് മോണിറ്റർ ചെയ്ത് എല്ലാം ചെയ്യുന്നതാണ്. ദേ വിൽ ബി കളക്ടിങ് ഇൻഫർമേഷൻ. ഇങ്ങനെ ഓർത്താൽ മതി. ഇൻഫർമേഷൻ റൂൾസിൽ മോണിറ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദേ ബി കളക്ടിങ് ഇൻഫർമേഷൻ. ഡിസെമിനേറ്റർ എന്ന് ഉദ്ദേശിക്കുമ്പം ദ മാനേജർ എന്താണ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. ഓക്കെ, എംപ്ലോയീസുമായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതാണ് ഡിസെമിനേറ്റർ എന്ന് പറയുന്നത്. ലൈക്ക് എക്സാമ്പിൾ നമുക്ക് ഇൻഫോമിങ് സ്റ്റാഫ്സ് അബൌട്ട് ന്യൂ റൂൾസ് റിലേറ്റഡ് സ്റ്റാഫ്സിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫോമിങ് ചെയ്യുന്നു. സെൻഡിങ് ഇമ്പോർട്ടൻറ്റ് ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിനിങ് കമ്പനി പോളിസീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഷെയർ ചെയ്യുക. മാനേജർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡിസെമിനേറ്റർ എന്ന് പറയുന്നത്. മൂന്ന് പറയുന്നത് സ്പോക്സ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ദ മാനേജർ ഷെയർസ് ഇൻഫർമേഷൻ വിത്ത് ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഡിസെമിനേറ്റർ എന്ന് പറയുമ്പോൾ ദേ വിൽ ബി ഷെയറിങ് ഇൻഫർമേഷൻ ടു ദ എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്പോക്സ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇവർ ഷെയറിങ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനുമായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു, ഔട്ട്സൈഡേഴ്സുമായിട്ട്. ഇപ്പോൾ സ്പീക്കിംഗ് ടു ദ മീഡിയ, ഇൻവെസ്റ്റേഴ്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന, എക്സ്പ്ലെയിനിങ് കമ്പനി അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തിങ്സ് ലൈക്ക് ദേ സ്പീക്സ് അബൌട്ട് ദ കമ്പനി ടു ദ ഔട്ട്സൈഡ്. ഇതാണ് സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ ഓൾസോ ദേ മെയിൻലി ഫോക്കസ് ഓൺ ഹാൻഡ്ലിങ് ഇൻഫർമേഷൻ. അതിൽ മോണിറ്ററും ഡിസെമിനേറ്ററും സ്പോക്സ് പേഴ്സണും എല്ലാം വരുന്നുണ്ട്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസിഷണൽ റൂൾസ് എന്ന് പറയുന്നത് ദേ മെയിൻലി ഫോക്കസ് ഓൺ മേക്കിംഗ് ഡിസിഷൻ. ഇങ്ങനെ ഓർത്താൽ മതി, മേക്കിംഗ് ഡിസിഷൻ. their roles involves making decision. അവരുടെ റോൾ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കും ചെയ്യുക ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓൾസോ പ്രോബ്ലം സോൾവിങ്. ഇതാണ് പ്രോബ്ലം സോൾവിങ്, ഇതാണ് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്, റോൾ എന്ന് പറയുന്നത്. ഈ ഡിസിഷൻ റോൾസിൽ വരുന്നതാണ് എന്റർപ്രനർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ ആൻഡ് നെഗോഷിയേറ്റർ. അതിൽ എന്റർപ്രനർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിൽ ദ മാനേജർ ഇൻട്രൊഡ്യൂസസ് ന്യൂ ഐഡിയാസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സ്. മാനേജർ ന്യൂ ഐഡിയാസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സും പുതിയ കാര്യങ്ങൾ, ന്യൂ ഐഡിയാസ് കൊണ്ടുവരുന്നു, ഇംപ്രൂവ്മെന്റ്സ് റിലേറ്റഡ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്റർപ്രനർ രീതിയിൽ വരുന്നത്. അതാണ് ഡിസിഷൻ റോൾസ്. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ലൈക്ക് ലോഞ്ചിങ് ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, ബിസിനസ്സിൻ്റെ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ ഇംപ്രൂവ് ചെയ്തെല്ലാമാണ് എന്റർപ്രനർ റോളിൽ വരുന്നത്. രണ്ടെന്ന് പറയുന്നത് ബിയില് വരുന്നത് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ അല്ലേ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ ദ മാനേജർ സോൾവ്സ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതൊക്കെ എല്ലാം സോൾവ് ചെയ്യുന്നത്. ലൈക്ക് എന്താണ്, എംപ്ലോയി റിലേറ്റഡ് കോൺഫ്ലിക്ട്സ്, ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നില്ല. മെഷീൻ ബ്രേക്ക് ഡൗൺസ്, കസ്റ്റമർ കംപ്ലയിൻറ്റ്സ്, ക്രൈസിസ് വരുന്നത്, ഹാൻഡ്ലിങ് ക്രൈസിസ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതാണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്ന് പറയുന്ന റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ദ മാനേജർ ഡിസൈഡ്സ് ഹൗ റിസോഴ്സസ് ആർ യൂസ്. എങ്ങനെ നമുക്കുള്ള റിസോഴ്സസ് യൂസ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറയുന്നത്. ലൈക്ക് അലോക്കേറ്റിംഗ് ബഡ്ജറ്റ്സ്, അസൈനിങ് എംപ്ലോയീസ്, ഷെഡ്യൂളിംഗ് മെഷീൻസ്, ഇതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന്